നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിന്റെ 1, 1, 1, 2 പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് സൈൻ എക്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ സൈൻ എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. സൈൻ എക്സിന്റെ ഗ്രാഫ് ഇത് 1, 1 ആണോ 1, 2 ആണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ കാണാം ഒരേ വാല്യൂ വരുന്ന ഇഷ്ടംപോലെ എക്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് പീരിയോഡിക് ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് 1, 1 അല്ല. കാരണം 0-ൽ 0, π-ൽ 0, നെഗറ്റീവ് π-ൽ, നെഗറ്റീവ് 2π-ലൊക്കെ 0 വരുന്നുണ്ട്. എങ്കിൽ അത് ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം y ഈക്വൽ ടു 1 ആണ് ഈ ലൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ. ആ 1 വരുന്ന ഇഷ്ടംപോലെ എക്സുകളുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി മാറ്റി നോക്കാം നമുക്ക്. ഇപ്പോൾ 0.5 എടുത്തു വൈൻ്റെ വാല്യൂ. 0.5 ആണ് വൈൻ്റെ വാല്യൂ. അപ്പോൾ ആ 0.5 കിട്ടുന്ന എക്സുകൾ നോക്കൂ. നേരത്തെ പോലെ 2 ഒന്നല്ല, ഇൻഫിനൈറ്റ് എക്സുകൾ നമുക്ക് കിട്ടും. കാരണം ഇൻഫിനൈറ്റ് പോയിന്റുകളിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻഫിനൈറ്റ് എക്സുകൾ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എക്സുകളുടെ വൈ വാല്യൂ സെയിം ആണ് കിട്ടി. അപ്പോൾ ഇത് 1, 1 അല്ല. ഇനി അതിന് നമുക്കൊരു കൃത്യമായിട്ടൊരിത് കൊടുക്കാൻ നമുക്ക് ഫെമിലർ ആയ കുറച്ച് പോയിന്റ് എടുക്കും. ഇപ്പോൾ 0 ആവുന്ന എടുത്ത് നോക്കാം. അപ്പോൾ 0 ആവുന്നത് എവിടെയൊക്കെയാ? 0-ൽ π, 2π അങ്ങനെ. അപ്പോൾ 3π, പൈൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിലും സൈനിന്റെ വാല്യൂ 0 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ 1, 1 അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എഫ് ഓഫ് 0 ഈക്വൽ ടു എഫ് ഓഫ് π ഈക്വൽ ടു എഫ് ഓഫ് 2π എക്സെട്ര ഈക്വൽ ടു 0. therefore it is not 1, 1 കിട്ടി. ഇനി 1, 2 അല്ല എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. കാരണം സൈൻ എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1, 1 എന്നുള്ള ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. 1-നും -1-നും ഇടയ്ക്കാണ് സൈനിന്റെ വാല്യൂ വൈ വാല്യൂസ് മുഴുവൻ വരുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ എടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ 1 വരെ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പോയിന്റുകളിൽ, ഇൻഫിനൈറ്റ് പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നുണ്ട്. 1 കഴിഞ്ഞാൽ പിന്നെ ഇന്റർസെക്ട് ചെയ്യുന്നതേ ഇല്ല. -1-ന്റെ താഴേക്ക് ഇന്റർസെക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് 1-നും -1-നും ഇടയ്ക്കുള്ളതിനൊക്കെ പ്രീ ഇമേജ് കിട്ടും. പക്ഷെ 1-നേക്കാൾ വലിയ വാല്യൂസിനും -1-നേക്കാൾ ചെറിയ വാല്യൂസിനും നമുക്ക് പ്രീ ഇമേജ് കിട്ടില്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ കാരണം ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1, 1 എന്നുള്ള ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. therefore it is not on to എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അടുത്ത റീസൺ പറയാം. റേഞ്ച് -1, 1 ആണ്, കോഡൊമൈൻ ഈക്വൽ അല്ല, അതുകൊണ്ട് ഓൺ ടു അല്ല എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സൈൻ എക്സ് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ 1, 1 അല്ല, ഓൺ ടു അല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ x² ചെയ്ത പോലെ സൈൻ എക്സിനെ ഡൊമൈനിലും കോഡൊമൈനിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഇതിനെ ബൈജക്റ്റീവ് ആക്കി മാറ്റണം. അതെങ്ങനെ പറ്റുമെന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ അതിന് നമ്മൾ സൈൻ എക്സിന്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ ഇവിടെ കുറെ റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട്. പീരിയോഡിക് ആണല്ലോ ഇത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ -π/2-നും π/2-നും ഇടയ്ക്ക്, അപ്പോൾ -π/2 ഇതിന്റെ വാല്യൂ -1 കിട്ടുന്നുണ്ട്. π/2 ഇതിന്റെ വാല്യൂ 1 കിട്ടുന്നുണ്ട്. പിന്നെ ഈ -1-നും 1-നും ഇടയ്ക്കുള്ള വാല്യൂസ് തന്നെയാണ് നെക്സ്റ്റ് ഇന്റർവെല്ലിലും റിപ്പീറ്റ് ചെയ്യുന്നത്. എവിടെ വരെ? π/2 മുതൽ 3π/2 വരെയും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. π/2-ൽ 1, 3π/2-ൽ -1. ഇനി അടുത്തത് നോക്കിയാൽ കാണാം. 3π/2-ൽ -1, 5π/2-ൽ 1. അപ്പോൾ 3π/2-നും 5π/2-നും ഇടയ്ക്കുള്ള അതേ വാല്യൂസ് തന്നെയാണ് അടുത്ത ഇന്റർവെല് 5π/2, 7π/2 എന്ന് പറഞ്ഞാൽ π/2-ന്റെ 2 ഓഡ് മൾട്ടിപ്പിൾസിന്റെ ഇടയിലുള്ള വാല്യൂസ് തന്നെയാണ് നെക്സ്റ്റ് ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ -π/2-നും π/2-നും ഇടയ്ക്കുള്ള അതേ ബ്രാഞ്ച് അല്ലെങ്കിൽ അതേ വാല്യൂസ് തന്നെയാണ് π/2-നും 3π/2-നും ഇടയ്ക്ക് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ 1, 1 ആക്കാനുള്ള മാർഗം ഈ റിപ്പീറ്റേഷൻസ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ അതിനുള്ളൊരു മാർഗം π/2 മുതൽ π/2 വരെ മാത്രമായിട്ട് ഇതിന്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കിട്ടും, ഈ ബ്ലൂ കളറിൽ വരുന്ന ഈ പാർട്ട്. അപ്പോൾ -π/2 ഇട്ടു π/2 വരെ. അപ്പൊ ഈ ഒരു പാർട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് 1, 1 ആയി. കാരണം അവിടെ റിപ്പീറ്റേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ആ ലൈൻ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഒരു സ്ഥലത്ത്
അതിന്റെ ഇടയിൽ ഈ ബ്ലൂ കളർ ഉള്ളിടത്ത് ഒറ്റ പോയിന്റിൽ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. ഇല്ലേ, ഒറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ ബ്ലൂ വരുന്ന പാർട്ടിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് π/2നും π/2നും ഇടയ്ക്ക്. അപ്പൊ നമുക്ക് ഈ കേസിൽ ഇത് 1/1 കിട്ടും. ഇനി അതിന് പകരം നമ്മള് ഇപ്പോ π/2 3π/2 എടുത്താൽ ഇത് 1/1 ആയിരിക്കും കണ്ടോ. അപ്പോഴും റിപ്പീറ്റേഷൻ ഇല്ല, ഈ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ. ഇനി ഇതേപോലെ നമ്മൾ 3π/2 5π/2 എന്ന് എടുക്കാം. അതിവിടെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ റിപ്പീറ്റേഷൻ ഇല്ലാതെ 1/1 ആക്കാം. അപ്പൊ നമ്മുടെ sin x ഒന്നുകിൽ നെഗറ്റീവ് π/2 π/2 എന്നുള്ള ഇന്റർവെല്ലിലേക്ക് ചുരുക്കുക, റെസ്ട്രിക്ട് ചെയ്യുക. അപ്പൊ അത് 1/1 കിട്ടി. π/2 3π/2 എന്ന് എടുക്കാം, അവിടെ 1/1 കിട്ടും. അല്ലെങ്കിൽ 3π/2 5π/2 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നെഗറ്റീവ് 3π/2 നെഗറ്റീവ് π/2. അപ്പോൾ ആ ഇന്റർവെല്ലുകളിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ sin x-നെ 1/1 ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടല്ലോ ഇഷ്ടം പോലെ ഇന്റർവെൽ, ഇൻഫിനൈറ്റ് ഇന്റർവെൽസ് എടുത്തിട്ട് നമുക്ക് അവിടെ 1/1 ആക്കി മാറ്റാന്ന് കണ്ടു. അപ്പോൾ -1 മുതൽ 1 വരെയുള്ള മുഴുവൻ വാല്യൂസും കിട്ടണം, 1/1 ആവണം. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഒന്നുകിൽ നമുക്ക് -π/2 π/2 എടുക്കാം, π/2 3π/2, അങ്ങനെയുള്ള ഇൻഫിനൈറ്റ് ഇന്റർവെൽസ് നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കണം. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് നെഗറ്റീവ് π/2 π/2 എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാഡ്രന്റ് വൈസ് പറയുകയാണെങ്കിൽ ഫസ്റ്റും ഫോർത്തും ക്വാഡ്രന്റ്സ് നെഗറ്റീവ് π/2 മുതൽ π/2 വരെ അത് തുടർച്ചയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ നെഗറ്റീവ് π/2 മുതൽ π/2 വരെയുള്ള ഇന്റർവെല്ലിൽ നമ്മൾ സൈൻ ഡിഫൈൻ ചെയ്താൽ അത് 1/1 ആവും. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിനെ നമ്മൾ സാധാരണ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നും കൂടി പറയും. ഏത് ബ്രാഞ്ച്? നെഗറ്റീവ് π/2 π/2. അപ്പൊ അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ 1/1 ആയി. ഇനി ഓൺ ടു ആക്കാനുള്ള മാർഗം വളരെ എളുപ്പമാണ്. റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ നേരത്തെ ആറിലേക്കായിരുന്നു ഡിഫൈൻ ചെയ്തത്. ഇനി നമ്മളൊരു കാര്യം ചെയ്യും, ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -1 1 എന്നുള്ള ക്ലോസർ ഇന്റർവൽ ആണല്ലോ. അപ്പൊ നമ്മൾ സൈൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി. അതായത് എഫ് ഫ്രം നെഗറ്റീവ് π/2 π/2 ടു -1 1 എന്നുള്ള ക്ലോസർ ഇന്റർവൽ എടുക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് 1/1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും. കാരണം റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആയി. കൂടാതെ ഈ ബ്രാഞ്ചിൽ നമ്മൾ 1/1 ആണെന്ന് കണ്ടു. അപ്പൊ ആ കേസിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക ഈ രീതിയിൽ കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ്. അതായത് നെഗറ്റീവ് π/2 മുതൽ π/2 വരെ എടുത്തു. അപ്പൊ അവിടെ നമ്മുടെ ഫംഗ്ഷൻ 1/1 ആണെന്നും ഓൺ ടു ആണെന്നും മനസ്സിലായി. അത് ബൈജക്റ്റീവ് ആയി. അപ്പൊ നമുക്ക് നോക്കൂ, sin x 6 നിന്ന് 6ലേക്ക് ഡിഫൈൻ ചെയ്തപ്പോൾ 1/1 അല്ല, ഓൺ ടു അല്ല. അപ്പൊ നമ്മൾ അതിന്റെ ഡൊമൈനിലും കോഡൊമൈനിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തി നമ്മൾ അതിനെ 1/1 ഓൺ ടു ആക്കി മാറ്റി. അപ്പൊ എന്തിനായിരിക്കും ഇങ്ങനെ മാറ്റിയിട്ടുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷന് മാത്രമേ നമ്മൾ ഇൻവേർട്ടിബിൾ ആക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇൻവേഴ്സ് എലമെന്റ്സ് കാണാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഈ ഇന്റർവെല്ലില് sin x-ന്റെ ഇൻവേഴ്സ് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് തിരിച്ചു പറയുമ്പോഴും ഒറ്റ എലമെന്റേ കിട്ടൂ. ഈ കാര്യങ്ങൾ നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനിയിപ്പോ ഇവിടെ നെഗറ്റീവ് π/2 π/2ന് പകരം നേരത്തെ ഞാൻ പറഞ്ഞു π/2 3π/2 എന്നുള്ള ഇന്റർവൽ എടുത്താലും 3π/2 5π/2 ഒക്കെ എടുത്താലും ഇതൊക്കെ 1/1 ആക്കാം. അവിടെ ഇത് ബൈജക്റ്റീവ് ആയിരിക്കും. -1 1ലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ. അപ്പൊ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇന്റർവൽ ആണ് നെഗറ്റീവ് π/2 π/2. ഇതിന് നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്നും കൂടി പറയാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ സൈനിന്റെ കേസിൽ മനസ്സിലാക്കി വെക്കും. ഇനി നമുക്ക് കൊസൈൻ ഫംഗ്ഷന്റെ 1/1 ഓൺ ടു പ്രോപ്പർട്ടി നോക്കാം. അതിനും എഫ് ഫ്രം R to R എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ R ആണ്, കോഡൊമൈനും R തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഗ്രാഫ് നോക്കാം. sin x പോലെ തന്നെ പീരിയോഡിക് ആയ ഫംഗ്ഷൻ ആണല്ലോ അത്. അപ്പൊ ഇതും 1/1 അല്ല, ഓൺ ടു അല്ല എന്ന് വളരെ ക്ലിയർ ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ആ ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു നോക്കാം. ഒരു ലൈൻ എടുത്തു. അപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ y-ന്റെ വാല്യൂ 0.5 ആണ്. അപ്പൊ ഈ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫിനൈറ്റ് എക്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ ഈ ഗ്രാഫിന് ഇൻഫിനൈറ്റ് പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ y വരുന്ന ഇൻഫിനൈറ്റ് എക്സുകൾ ഉണ്ട്. അപ്പൊ ഇത് 1/1 അല്ല എന്ന് മനസ്സിലായി. ഇനി ഓൺ ടു അല്ല എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. കാരണം ഇതിന്റെ റേഞ്ചും ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ആണ്. അത് R-ന് ഈക്വൽ അല്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ 1നേക്കാൾ വലിയ വൈകൾക്കും -1നേക്കാൾ ചെറിയ വൈകൾക്കൊന്നും പ്രീ ഇമേജ് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഓൺ ടു അല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1/1 അല്ല, ഓൺ ടു അല്ല. അപ്പൊ അതിന്റെ റീസണും കൂടി പറയാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 0 ആവുന്ന വാല്യൂ പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കിക്കോളൂ,
ഇതിന്റെ വാല്യൂ 0 ആവുന്നത് -π/2 π/2 φ3 π/2 എന്ന് പറഞ്ഞാൽ π/2ന്റെ എല്ലാ ഓഡ് മൾട്ടിപ്പിൾസിലും നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫിനൈറ്റ് പോയിന്റുകളിൽ 0 വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നോട്ട് 1 1 എന്ന് പറയാം. ഇനി ഓൺ ടു അല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ റേഞ്ച് -1 1 ആണ്, കോഡൊമൈൻ ഈക്വൽ അല്ല, therefore നോട്ട് ഓൺ ടു എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ cos x ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല എന്ന് മനസ്സിലായി ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തപ്പോൾ. അപ്പൊ ഇതും നമ്മൾ കഴിഞ്ഞ സൈനിൽ ചെയ്ത പോലെ ഇത് 1 1 ഓൺ ടു ആവുന്ന രീതിയിൽ ഇതിന്റെ ഡൊമൈനിലും കോഡൊമൈനിലും മാറ്റം വരുത്തണം. അപ്പൊ അത് ഓൺ ടു ആക്കാൻ വളരെ എളുപ്പമാണ്. റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് എടുത്താൽ മതി. അപ്പൊ R2 R എന്ന് ഡിഫൈൻ ചെയ്തതിന് പകരം R2 ക്ലോസ്ഡ് ഇന്റർവൽ -1 1 എന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഓൺ ടു ആയിട്ട് മാറും. അപ്പൊ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എടുത്താൽ നമുക്ക് ഓൺ ടു ആക്കാം. ഇനി 1 1 ആക്കണം. അപ്പൊ സൈനിൽ ചെയ്ത പോലെ തന്നെ 1 തൊട്ട് -1 വരെയുള്ള മുഴുവൻ വാല്യൂസ് കിട്ടുന്ന രീതിയിലുള്ള ബ്രാഞ്ചസ് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം 0 മുതൽ π വരെയുള്ള ഒരു ബ്രാഞ്ച് എടുത്താൽ -1 മുതൽ 1 വരെയുള്ള വാല്യൂസും കിട്ടും, റിപ്പീറ്റേഷൻ ഇല്ലാതെ തന്നെ കിട്ടും. അത് അപ്പൊ ആ കേസിൽ അതായത് നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ബ്ലൂ കളറിൽ വന്ന പാർട്ടാ വരിക ഗ്രാഫ് 0 മുതൽ π വരെ. അപ്പൊ ഇത് 1 1 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ 1 1 ആണ് 0 മുതൽ π വരെ. ഇനി അടുത്തൊരു ബ്രാഞ്ച് എടുക്കാവുന്നത് π തൊട്ട് 2π വരെ എടുക്കാം. അവിടെയും 1 1 ആണ്, -1 മുതൽ 1 വരെയുള്ള വാല്യൂസും കിട്ടുന്നുണ്ട്, കൂടാതെ 1 1 ആണ്, റിപ്പീറ്റേഷൻ ഇല്ല. അതേപോലെ വേണമെങ്കിൽ നമുക്ക് 2π 3π എടുക്കാം. എന്ന് പറഞ്ഞാൽ രണ്ട് പൈന്റെ അടുത്തടുത്ത മൾട്ടിപ്പിൾസ് വരുന്ന ഇന്റർവൽ എടുത്താൽ മതി. 0π π 2π 2π 3π 3π 4π, അതുപോലെ നെഗറ്റീവും പറ്റും, -π 0. അപ്പൊ ഈ ബ്രാഞ്ചുകളിലൊക്കെ അത് 1 1 ആക്കാം. അങ്ങനെ ഒരു ഇന്റർവൽ എടുത്താൽ ഇത് 1 1 ആവും. അപ്പൊ അങ്ങനെയാണ് നേരത്തെ സൈനിൽ ചെയ്തപ്പോഴും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തിരുന്നു. അതുപോലെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്ന ഒന്ന് 0π എന്നുള്ള ഇന്റർവൽ ആണ്. നമ്മുടെ 1ഉം 2ഉം ക്വാഡ്രന്റ്സ് ചേർന്നത് 0π ഫസ്റ്റ് എടുത്തത്. അപ്പോൾ 0π എന്നുള്ള ഈ ഒരു ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണ്. ഇനി -1 1ലേക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഓൺ ടു ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിന്, അതായത് 0π എന്നുള്ള ഈ ഒരു ബ്രാഞ്ചിന് നമ്മൾ കൊസൈൻ ഫംഗ്ഷന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയാം. അപ്പൊ ഇതേപോലെ വേറെ എടുക്കാം, അതിൽ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത് 0π ആണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ, അതായത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു f from 0π to -1 1 എന്നുള്ള ക്ലോസ്ഡ് ഇന്റർവൽ f of x equal to cos x. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ നമ്മുടെ ഫംഗ്ഷൻ 1 1 ആയി ഓൺ ടു ആയിട്ട് മാറി. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യം അറിയാലോ. അപ്പൊ ഇത് ബൈജക്റ്റീവ് ആയി. അപ്പൊ ഈ ഇന്റർവെല്ലിൽ നമുക്ക് കോസൈൻ ഫംഗ്ഷന്റെ ഇൻവേഴ്സിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ അതിന്റെ ഇൻവേഴ്സ് റിലേഷനും ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ അത് ഇവിടെ ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം. പിന്നെ 0π എടുത്തതിന് പകരം π 2π 3π ഒക്കെ എടുത്താലും ഇതിനെ 1 1 ആക്കി മാറ്റാം. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്നത് 0π ആണ്. നമ്മുടെ ഫസ്റ്റ് 2 ക്വാഡ്രന്റ്സ് വരുന്നത്. ഇതാണ് കൊസൈൻ ഫംഗ്ഷന്റെ പ്രത്യേകതകൾ. അപ്പൊ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തതായി നമുക്ക് ടാൻജന്റ് ഫംഗ്ഷന്റെ 1 1 ഓൺ ടു പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നതാണ്, നമ്മുടെ ടാൻജന്റ് ഫംഗ്ഷൻ സൈനും കോസും പോലെയല്ല, എല്ലാ റിയൽ നമ്പേഴ്സിലും അത് ഡിഫൈൻഡ് അല്ല. π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും ടാൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ R to R എന്നല്ല ഡിഫൈൻ ചെയ്യുക. നമ്മൾ ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് R മൈനസ് സെറ്റ് 2n + 1 π/2 ടു R എന്നാണ് ഡിഫൈൻ ചെയ്യുക. കാരണം π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഒഴിവാക്കി. ഇതാണ് അതിന്റെ ഡൊമൈനും, കോഡൊമൈൻ R എന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാലോ, ഇതേപോലുള്ള കുറെ ബ്രാഞ്ചസ് ചേർന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. കാരണം ഒരേ ബ്രാഞ്ച് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പീരിയോഡിക്കാണ്. അപ്പൊ അതൊന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് ഒന്ന് എടുത്തു നോക്കാം. അപ്പൊ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഇപ്പോൾ വൈന്റെ വാല്യൂ 2 ആ. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫിനൈറ്റ് എക്സുകൾ നമുക്ക് കിട്ടും. കാരണം ഈ ഹൊറിസോണ്ടൽ ലൈൻ ഇൻഫിനൈറ്റ് പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് 1 1 അല്ല എന്ന് മനസ്സിലായി. ഇനി അത് നമുക്ക് അറിയുന്ന ഒരു വാല്യൂ വെച്ചിട്ട് ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ നമുക്ക് 0 ആവുന്ന വാല്യൂ നോക്കാം. ഇപ്പൊ 0 ആവുന്നത്, ഇപ്പോൾ വൈന്റെ വാല്യൂ 0 ആവുന്നത് 0, π, 2π -π ഇതിലൊക്കെയാണ് 0 വരിക. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് കിട്ടി. കാരണം f of 0, f of π എക്സെട്ര
0 ആണ്. അപ്പോൾ 1 1 അല്ല എന്ന് കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ ടാന്റെ റേഞ്ച് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണെന്ന് അറിയാം. കാരണം ഇത് എല്ലാ റിയൽ വാല്യൂസും ടാനും പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടാന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സാ. അത് കോഡൊമൈനിന് ഈക്വലാ. അപ്പൊ സൈനും കോസിലും പറഞ്ഞതുപോലെയല്ല, ടാൻ ആറില് അല്ലെങ്കിൽ കോഡൊമൈൻ 6 എടുക്കുമ്പോൾ തന്നെ അത് ഓൺ ടു ആണ്. റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ. അപ്പൊ നമ്മുടെ ടാൻജന്റ് ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ ആണെന്ന് പറയാം. അത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് ഉപയോഗിച്ചും പറയാം. ഏത് വൈ എടുത്താലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞത് ഒരു എക്സ് എങ്കിലും കണ്ടുപിടിക്കാം. ഇൻഫിനൈറ്റ് എക്സുകൾ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് ഓൺ ടു ആണെന്ന് പറയാം. അപ്പൊ നമ്മുടെ ടാൻജന്റ് ഫംഗ്ഷൻ 1 1 ആണ്, 1 1 അല്ല, പക്ഷെ ഓൺ ടു ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് ബൈജക്റ്റീവ് അല്ല, കാരണം 1 1 അല്ല എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈനിലും കോസിലും ചെയ്തതുപോലെ ഇതിനെ 1 1 കൂടി ആക്കണം. അപ്പൊ ഓൾറെഡി ഓൺ ടു ആണല്ലോ. 1 1 ആവുന്ന രീതിയിൽ നമുക്കൊരു ബ്രാഞ്ച് സെലക്ട് ചെയ്യണം. അപ്പൊ അതും നമുക്ക് ഒരേ ബ്രാഞ്ച് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ റിപ്പീറ്റേഷൻ ഒഴിവാകുന്ന രീതിയിൽ ഒരു ഇന്റർവൽ എടുത്താൽ മതി. അപ്പൊ ടാനിന്റെ മുഴുവൻ വാല്യൂസും കിട്ടണം, എന്നാൽ റിപ്പീറ്റേഷനും പാടില്ല. അപ്പോൾ ആദ്യം ഒന്ന് എടുക്കാവുന്നത് നെഗറ്റീവ് π/2 എടുക്കാം. ഈ ഇന്റർവെല്ലിൽ, അതും ഓപ്പൺ ഇന്റർവെൽ എടുക്കണം. കാരണം നെഗറ്റീവ് π/2ലും π/2ലും ടാൻ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ നെഗറ്റീവ് π/2 ഇത് 1 1 ആണ്. അപ്പൊ ഈ ഒരു ബ്രാഞ്ച് മാത്രമേ വരൂ, ഈ ബ്രാഞ്ച് മാത്രമേ വരൂ. അപ്പൊ അത് 1 1 കിട്ടും. ഇനി അല്ലെങ്കിൽ π/2 3π/2 എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 3π/2 5π/2 എടുക്കാം. അപ്പോൾ π/2ന്റെ അടുത്തടുത്ത 2 ഓഡ് മൾട്ടിപ്പിൾസ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ ഇതിനെ 1 1 ആക്കി മാറ്റാം. അപ്പൊ അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇന്റർവെല് നെഗറ്റീവ് π/2 ആണ്. നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻസ് ചേർന്നത്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് ടാൻ എന്ന് പറയുക. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് സൈനിലും കോസിലും പറഞ്ഞതുപോലെ ഇതിന്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് ആയിട്ട് നെഗറ്റീവ് π/2 എന്നുള്ള ഓപ്പൺ ഇന്റർവെൽ എടുത്താൽ മതി. അപ്പോൾ π/2 3π/2 1 1 ആണ്. ഇത് സൂട്ടബിൾ ആയിട്ടുള്ള നെഗറ്റീവ് π/2 അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് 1 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും. അപ്പൊ ആ കേസ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ആ കേസില് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. എഫ് ഫ്രം നെഗറ്റീവ് π/2 ഓപ്പൺ ഇന്റർവൽ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്, അപ്പൊ ബൈജക്റ്റീവ് ആണ്. അപ്പൊ ആ കേസിൽ ഇതിന്റെ ഗ്രാഫ് ഈ ഒരൊറ്റ ബ്രാഞ്ചേ ഉണ്ടാവും. നെഗറ്റീവ് π/2 മുതൽ π/2 വരെ മാത്രം എക്സിന്റെ വാല്യൂ, ബാക്കിയുള്ളതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. അപ്പൊ ഇത് 1 1 ആയി, ഓൺ ടു ആയി. അപ്പൊ ഈ ഇന്റർവെല്ലില് നമ്മുടെ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്നും പറയും. ഇവിടെ നമുക്ക് ടാനിന്റെ ഇൻവേഴ്സും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ 3 ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് പോലെ ബാക്കിയുള്ള 3 നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ചെയ്യേണ്ടത് അത് ആദ്യം 1 1 ആണോ ഓൺ ടു ആണോ ചെക്ക് ചെയ്യുക. ഇനി 1 1 ഓൺ ടു അല്ലെങ്കിൽ എങ്ങനെ അതിനെ 1 1 ഓൺ ടു ആക്കി മാറ്റാൻ പറ്റുന്നു കൂടി ഒന്ന് ആലോചിക്കുക. ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡൊമൈനും കോഡൊമൈനും ഒക്കെ 1 1 ഓൺ ടു ആവുന്ന രീതിയിൽ എടുക്കുക. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ച് നമ്മൾ പഠിച്ച മറ്റ് റിയൽ ഫംഗ്ഷൻസിന്റെ കൂടി 1 1 ഓൺ ടു പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക്സ്.